പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, തിരിച്ചുവന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. ജീവിതം വെച്ചു നീട്ടുന്ന ബഹളങ്ങൾക്കിടയിൽ അല്പനേരം സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ള ഒന്നാണ്. ചില തിരിച്ചുവരവുകൾ നമുക്ക് അനിവാര്യമാണ്. ഒന്ന്, സ്വസ്ഥതയിലേക്ക് പിൻവാങ്ങുവാൻ, ബലമുള്ളവരായി മാറുവാൻ. ഈശോയും പലപ്പോഴും മലമുകളിലെ സ്വസ്ഥതയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പ്രാർത്ഥന നൽകുന്ന സ്വസ്ഥതയിൽ ബലം കണ്ടെത്തിയ ഈശോ രാത്രിയുടെ യാമത്തിൽ കടലിൽ ഉലയുന്ന വഞ്ചിയിലെ ശിഷ്യന്മാർക്കും ബലം നൽകുന്നത് സുവിശേഷത്തിൽ വ്യക്തമാണ്. അവിടുന്ന് ഇപ്രകാരം പറയും: ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഒന്ന് തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ. എന്നാൽ ആ ഇരിപ്പ് ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് മാത്രം. കാരണം അവിടുന്നാണ് നമുക്ക് ബലം നൽകുന്നത്. ബഹളങ്ങളിൽ നിന്ന് പിൻവാങ്ങി ബലം നൽകുന്ന ദൈവസന്നിധിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണല്ലോ ഓരോ പ്രാർത്ഥനാ നിമിഷവും. ഈ തിരിച്ചുപോക്ക് നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിറയപ്പെടട്ടെ. സൗഖ്യവും സമാധാനവും സന്തോഷവും വിടുതലും കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരിൽ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.